ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസ് ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് വൺ വേർഡ്സ് ആണ്. നമ്മളിത് PYQസിൽ വന്നിട്ടുള്ള വൺ വേർഡ്സ് ആണ്, കുറച്ച് മാത്രമേ നോക്കുന്നുള്ളൂ. ഇംഗ്ലീഷ് മീഡിയത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് മലയാളം മീഡിയം ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. സോ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ 1969 കോൺഗ്രസ് പാർട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്, രണ്ടായിട്ട് പിളർക്കുന്നുണ്ട്. സോ അതിനുശേഷം ഇന്ദിരാഗാന്ധി നേതൃത്വം കൊടുത്ത കോൺഗ്രസ് പാർട്ടി ഏതാണെന്നാണ് ഫസ്റ്റ് ചോദ്യം ചോദിക്കുന്നത്. ഉത്തരം വരുന്നത് കോൺഗ്രസ് ആണ് കേട്ടോ. കോൺഗ്രസ് റിക്വസിനിസ്റ്റ് ആണ് വരുന്നത്. സോ നമ്മൾ മനസ്സിലാക്കുക, ഇന്ദിരാഗാന്ധിയുടെ ഈ ഒരു 6 വരുന്നുണ്ടല്ലോ. സോ അതുപോലെ തന്നെ ഈ കോൺഗ്രസിൻ്റെ 6 വലിയ കണക്ഷനൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക, അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകില്ല. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ആണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി വരുന്നതാണ് നമ്മുടെ ദ പോളിസി അഡോപ്റ്റഡ് ബൈ ഡെങ് സിയാവോപിങ് അഡോപ്റ്റ് ചെയ്ത പോളിസി ഏതാണെന്നാണ് ചോദിച്ചുള്ളത്. ചൈനീസ് എക്കോണമിയിൽ ഏതാണ്? ഓപ്പൺ ഡോർ പോളിസിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്പൺ ഡോർ പോളിസി ഡെങ് സിയാവോപിങ് ചൈനീസ് എക്കോണമിയിലാണ് അഡോപ്റ്റ് ചെയ്തത്. ഇനി നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ആർട്ടിക്കിൾ 352 എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ഉത്തരം വരുന്നത്. ഇഫ് ദ നേഷൻ ഫേസസ് എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ ആംഡ് റെബലിയൻ ടു ഇറ്റ് സെക്യൂരിറ്റി. ഇപ്പോൾ സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ആർട്ടിക്കിൾ 352 എന്ത് ചെയ്യുന്നത്, ഒരു രാജ്യത്ത് നടപ്പിലാക്കുന്നത്. ഓക്കെ, സെക്യൂരിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന ഇഷ്യൂസാണ് ആർട്ടിക്കിൾ 352. ഇനി നോക്കൂ, നമ്മുടെ സ്റ്റേറ്റുകളെല്ലാം ലിംഗ്വിസ്റ്റിക് ബേസിസിൽ ഫോം ചെയ്യണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതായിരുന്നു? അത് ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളെല്ലാം രൂപീകരിക്കണമെന്ന് പറഞ്ഞതാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. ഓക്കെ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ ലീഡർ ആരാണ്? മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ ലീഡർ എന്ന് പറയുന്നത് ലാൽ ഡെങ്ക ആയിരുന്നു കേട്ടോ. ലാൽ ഡെങ്ക ആയിരുന്നു മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ ലീഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം, നമ്മുടെ എമർജൻസി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജനതാ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത കമ്മീഷൻ്റെ പേരാണ് ചോദിക്കുന്നത്. ഷാ കമ്മീഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു സൈഡ് ബോക്സിൽ കിടക്കുന്നതുകൊണ്ട് അധികം ആരും ശ്രദ്ധിക്കാറില്ല. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എമർജൻസി റിലേറ്റ് ചെയ്ത് വരുന്ന അലിഗേഷൻസ് എല്ലാം ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കമ്മീഷനാണ്. ജനതാ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത കമ്മീഷനാണ് ഷാ കമ്മീഷൻ. മേ ബി ചിലപ്പോൾ ഈ ജനതാ ഗവൺമെൻറ് എന്ന് പറയുന്നതും മീൻസ് ഷാ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്ത ഗവൺമെൻറ് ആരാണെന്നും ചോദിക്കാറുണ്ട്. സോ ജനതാ ഗവൺമെൻറ് രണ്ട് നിങ്ങൾ കോറിലേറ്റ് ചെയ്ത് പഠിക്കാം. ഇനി നോക്കൂ, ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ താഴെ പറഞ്ഞിട്ടുള്ള സ്ലോഗൻസ് പറഞ്ഞിട്ടുള്ള ലീഡേഴ്സ് ആരാണ്? ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അതുപോലെ തന്നെ ഗരീബി ഹഠാവോ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുള്ളതാണ്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോവിങ്ങിലോട്ട് പോകാം. ഇതെല്ലാവരും നോക്കിയിട്ട് പോവുക. ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗൾഫ് വാർ ആണ്. അത് ഡൗട്ട് വരരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം ഫസ്റ്റ് ഗൾഫ് വാർ. ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് എന്ന് പറയുന്നത് ഏതായിരുന്നു? മിസൈൽ സ്ട്രൈക്ക് ഓൺ അൽ-ഖ്വയ്ദ ഇൻ സൂദൻ ആൻഡ് അഫ്ഗാനിസ്ഥാനാണ് വരുന്നത്. അൽ-ഖ്വയ്ദ. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി ഓപ്പറേഷൻ എൻഡ്വറിംഗ് ഫ്രീഡം എന്ന് പറയുന്നത് ഗ്ലോബൽ വാർ ഓൺ ടെറർ ആഫ്റ്റർ 9/11 അറ്റാക്ക്. അത് മനസ്സിലാക്കുക. ഇനി ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം US ഇൻവേഷൻ ഓൺ ഇറാഖാണ് വരുന്നത്. കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. മാച്ച് ദ ഫോളോവിംഗ് ആയിട്ടോ വൺ വേർഡ് ആയിട്ടോ ഏത് രീതിയിൽ വേണോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. സോ കൃത്യമായിട്ട് നോക്കുക. ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം ഫസ്റ്റ് ഗൾഫ് വാർ. ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് മിസൈൽ സ്ട്രൈക്കാണ്. ഓപ്പറേഷൻ എൻഡ്വറിംഗ് ഫ്രീഡം ഗ്ലോബൽ വാർ ഓൺ ടെറർ ആണ്. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം US ഇൻവേഷൻ ഓൺ ഇറാഖുമാണ്. കൃത്യമായിട്ട് നോക്കുക. ഇനി നോക്കൂ, അടുത്ത് വരുന്നതാണ് ഏതാണ്? നോക്കൂ, കുറച്ച് പോപ്പുലർ മൂവ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. സോ ഈ മൂവ്മെൻറ്റ് നടന്ന സ്ഥലങ്ങൾ നമ്മൾ രേഖപ്പെടുത്താനാണ് ചോദിച്ചിട്ടുള്ളത്. ചിപ്കോ മൂവ്മെൻറ്റ് വരുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിപ്കോ മൂവ്മെൻറ്റ് വരുന്നത് ഉത്തരാഖണ്ഡാണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഉത്തരാഖണ്ഡാണ്. ഓക്കെ, ഉത്തരാഖണ്ഡാണ് എന്ത് ചെയ്യുന്നത്? ചിപ്കോ മൂവ്മെൻറ്റ് വരുന്നത് ഉത്തരാഖണ്ഡാണ്. ഓക്കെ, ഉത്തരാഖണ്ഡാണ് ചിപ്കോ മൂവ്മെൻറ്റ് ഉത്തരാഖണ്ഡാണ്. ഇനി ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആന്ധ്രാപ്രദേശിലായിരുന്നു. ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റ് എവിടെയായിരുന്നു? ആന്ധ്രാപ്രദേശിലാണ് ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റ്. ഇനി ഭാരതീയ കിസാൻ യൂണിയൻ വന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തർപ്രദേശിലായിരുന്നു. UP. ഓക്കെ, UPയിലാണ്, ഉത്തർപ്രദേശിലാണ് എന്ത് വന്നത്? ഭാരതീയ കിസാൻ യൂണിയൻ വന്നത്. ദളിത് പാന്തേഴ്സ് വന്നത് എവിടെയായിരുന്നു? ദളിത് പാന്തേഴ്സ് യെസ് നമ്മുടെ മഹാരാഷ്ട്രയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലാണ് ദളിത് പാന്തേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺ വേർഡ് ആയിട്ട് എങ്ങനെ വേണോ ചോദിക്കാം. ചിപ്കോ മൂവ്മെൻറ്റ് ഉത്തരാഖണ്ഡിലാണ്. ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റ് ആന്ധ്രാപ്രദേശിലാണ്. ഭാരതീയ കിസാൻ യൂണിയൻ വന്നിട്ട് ഉത്തർപ്രദേശിലാണ്. ദളിത് പാന്തേഴ്സ് വന്നിട്ട് മഹാരാഷ്ട്രയിലാണ്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് 7ാമത്തെ പാഠത്തിലെ ചോദ്യങ്ങളാണ്. ഈ ഒരു എന്താ പറയുക ടേബിൾ എന്ന് പറയുന്നത്. സോ എല്ലാവരും കൃത്യമായിട്ട് നോക്കിയിട്ട് പോകാം. ഇനി നമുക്ക് നേരെ എന്തിലോട്ട് പോകാം?
മലയാളം മീഡിയം ചോദ്യത്തിലോട്ട് പോകാം. നോക്കൂ, 1969 പിളർപ്പിനെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുണ്ടായ കോൺഗ്രസ് പാർട്ടി അറിയപ്പെടുന്നത് എന്താണ്? യെസ്, കോൺഗ്രസ് ആറാണ്. കോൺഗ്രസ് ആറാണ് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി എന്ന് പറയുന്നത്. ഇനി നോക്കൂ, അടുത്ത ചോദ്യം, ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി 1978 പ്രഖ്യാപിച്ച നയം ഏത്? ഡെങ് സിയാവോപിങ് ആണ് കൊണ്ടുവരുന്നത്. ഏത് നയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുറന്ന വാതിൽ നയമാണ്. ചൈനയാണ്, തുറന്ന വാതിൽ നയമാണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കാം. ഇനി വരുന്നതാണ് ഇതിൽ ആർട്ടിക്കിൾ 352 അനുച്ഛേദം 352 അനുസരിച്ച് വരുന്ന കാര്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ഉത്തരം. രാഷ്ട്ര സുരക്ഷ, വൈദേശിക ആക്രമണമോ സായുധ കലാപമോ നേരിടേണ്ടി വരുമ്പോഴാണ്, അതായത് സുരക്ഷയ്ക്ക് എന്തെങ്കിലും, രാഷ്ട്രത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ആർട്ടിക്കിൾ 352 എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി നോക്കൂ, 4ാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നോക്കൂ, മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ നേതാവ് ആരാണ്? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാൽ ഡെങ്കയാണ് കേട്ടോ. ലാൽ ഡെങ്കയാണ്. ഞാൻ ഫുൾ എഴുതുന്നില്ല. ലാൽ ഡെങ്കയാണ് കേട്ടോ. ലാൽ ഡെങ്ക. ഓക്കെ, ലാൽ ഡെങ്കയാണ്. ഫുൾ എഴുതി. ഓക്കെ, മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ നേതാവ് ലാൽ ഡെങ്കയാണ് കേട്ടോ. ലാൽ ഡെങ്ക. സ്പെല്ലിംഗ് കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ഒന്ന് നോക്കുക. എന്തായാലും മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ നേതാവ് ആരാണ്? ലാൽ ഡെങ്കയാണ്. ഓക്കെ, ഇനി വരുന്നതാണ് അടിയന്തരാവസ്ഥ കാലത്തെ പരാതികളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ജനതാ ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക. ഏതാണ്? ഷാ കമ്മീഷനാണ്. ഷാ കമ്മീഷൻ അടിയന്തരാവസ്ഥയുടെ പ്രശ്നങ്ങൾ, എല്ലാ കാര്യങ്ങളും, പരാതികളും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജനതാ ഗവൺമെൻറ്, അത് മനസ്സിലാക്കുക, ജനതാ ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് ഷാ കമ്മീഷൻ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് അത്. ഇനി 7ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ നേതാക്കളെ കണ്ടെത്തുക. ജയ് ജവാൻ ജയ് കിസാൻ ആരാ പറഞ്ഞത്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഗരീബി ഹഠാവോ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഏത്? ഗരീബി ഹഠാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിയത്. ഇനി നോക്കൂ, ഒരു ചേരുംപടി ചേർക്കാനാണ്. ഇത് വളരെ പ്രധാനമാണ്, എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവേണ്ട ചോദ്യമാണ്. നോക്കൂ, ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം എന്നറിയപ്പെടുന്നത് ഒന്നാം ഗൾഫ് യുദ്ധമാണ് ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം. ഇനി ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് എന്ന് അറിയപ്പെടുന്നത് സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽ ഖ്വയ്ദയ്ക്കെതിരായ മിസൈൽ ആക്രമണമാണ് ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഓപ്പറേഷൻ എൻഡ്വറിംഗ് ഫ്രീഡം എന്ന് പറയുന്നത് ഏതാണ്? 9/11 ശേഷം ഉള്ള ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധത്തെയാണ് നമ്മൾ ഭീകരതയ്ക്കെതിരായുള്ള ആഗോള യുദ്ധത്തെയാണ് നമ്മൾ ഓപ്പറേഷൻ എൻഡ്വറിംഗ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ഏതാണ്? ഇറാഖിലെ അമേരിക്കൻ അഥവാ US-ൻ്റെ അധിനിവേശത്തെയാണ് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. ഇത് വളരെ 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 പ്രധാനപ്പെട്ട ചോദ്യമാണ്, എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇനി വരുന്നത് നമ്മുടെ കുറച്ച് ഒരു ടേബിൾ പൂർത്തിയാക്കാനാണ്. ചില ജനകീയ പ്രസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഏതൊക്കെ സ്ഥലങ്ങളാണെന്നുള്ളത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ചിപ്കോ പ്രസ്ഥാനം വരുന്നത് നമ്മുടെ 7ാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ് ഇത്. നോക്കൂ, ചിപ്കോ പ്രസ്ഥാനം എവിടെയായിരുന്നു വന്നത്? ഉത്തരാഖണ്ഡിലാണ് ചിപ്കോ പ്രസ്ഥാനം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ചിപ്കോ പ്രസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇനി വരുന്നത് ചാരായ വിരുദ്ധ പ്രസ്ഥാനം വരുന്നത് എവിടെയാണ്? യെസ്, നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ് എന്ത് വരുന്നത്? ചാരായ വിരുദ്ധ പ്രസ്ഥാനം വരുന്നത്. അടുത്ത് വരുന്ന ചോദ്യം, ഭാരതീയ കിസാൻ യൂണിയൻ വരുന്നത് നമ്മുടെ ഉത്തർപ്രദേശിലായിരുന്നു. ഉത്തർപ്രദേശിലാണ് എന്ത് വരുന്നത്? ഭാരതീയ കിസാൻ യൂണിയൻ വരുന്നത്. ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് വരുന്നത് ദളിത് പാന്തേഴ്സ് എവിടെയായിരുന്നു? മഹാരാഷ്ട്രയിലാണ് ദളിത് പാന്തേഴ്സ് വരുന്നത്. ഓക്കെ, ചിപ്കോ പ്രസ്ഥാനം ഉത്തരാഖണ്ഡ്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം ആന്ധ്രാപ്രദേശ്, ഭാരതീയ കിസാൻ യൂണിയൻ ഉത്തർപ്രദേശ്, ദളിത് പാന്തേഴ്സ് മഹാരാഷ്ട്ര. ഇത്രയും എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട, +2-കാരുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മീൻസ് ബാക്കി എല്ലാ സബ്ജക്ട്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് എസ്സേയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ഈ വരുന്ന വീക്കിൽ മീൻസ് എക്സാമിനോടനുബന്ധിച്ച് തന്നെ വരുന്നതായിരിക്കും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൂടി വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. താങ്ക് യു.